ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ? ചിക്കനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എനിക്കറിയാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ ഇന്ന് ഞാൻ പഠിച്ചേ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിലേക്ക് വേണ്ട ചിക്കന് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇതിനാവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ ഒരു ആവശ്യത്തിന് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. റൈസിന് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ കുറച്ച് സവാള. ഇത് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ്. പിന്നെ മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കൂടിപ്പോയോ? ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അയ്യോ, എവിടെ? നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ പേടിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം. ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്നെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആഡ് ചെയ്താലും മതി. ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ വയ്ക്കണം. എത്ര വേണമെന്ന് പറയണേ? മതിയോ? എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി. പിന്നെ സവാള അത് മതി. അതുപോലെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് കുറച്ച് വഴണ്ടി വരുമ്പം നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് വേണ്ട ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. മതി മതി. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മതിയോ? പിന്നെ ഒരു ലേശം ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇളക്കണം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ചിക്കി എടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. റൈസിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. മുട്ടയ്ക്ക് ഒത്തിരി കളർ നമ്മൾ ബ്രൗൺ പോലെ ആക്കണ്ട. ഈ ഒരു കളറൊക്കെ ആയാൽ മതി. അപ്പോഴേക്കും നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. റൈസ് വെജിറ്റബിൾസ് എല്ലാം കുറച്ച് മിക്സ് ആയിട്ട് വരണം. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്താലോ? നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം.
ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. എനിക്ക് സ്പൂൺ വെച്ചിട്ട് വേണേ. വേണ്ട, എന്നാൽ കൈ കൊണ്ട് കഴിച്ചോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. ചൂടുണ്ടോ? സത്യമാണോ? അങ്ങനെയുണ്ട്, സൂപ്പറാണോ? നല്ല ഫ്ലേവേഴ്സ്. സോസ് കഴിക്കണോ? സോസ് വേണ്ടേ? അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ പറ. ബൈ.